വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ എറണാകുളം വീഡിയോയുടെ ബാക്കി വീഡിയോയാണിത്. അതിനകത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 11:30-12 മണി അടുപ്പിച്ച് തിരിച്ചിട്ട് ഞാൻ കോഴിക്കോടേക്കാണ് വന്നത്. കോഴിക്കോട് ഒരു 3:30 ആയപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു പ്ലാനും ഇല്ലാതെ വന്നതുകൊണ്ട് റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ക്രിസ്മസിൻ്റെ തിരക്കും വെക്കേഷനും ഒക്കെ ആയിട്ട് ഒരു റൂമും ആ ഒരു വെളുപ്പിന് അവൈലബിൾ അല്ലായിരുന്നു. ഒരുപാട് റൂം തിരക്കി നടന്നു. അവസാനം അങ്ങനെ കുറേ ടൈം പോയി. ഒരു 6 മണിയോടടുപ്പിച്ചിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്നും ഒരു ഡോർമെട്രി കണ്ടു. അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി ഫ്രഷപ്പായി. അതിനുശേഷം ഒരു 11:30 വരെ കിടന്നുറങ്ങി. തലേദിവസം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 11:30-12 മണി ആയപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പ്രകാരം ബോംബെ റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേദിവസം ഫുഡ് അത്ര പ്രോപ്പറായിരുന്നില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ സ്കിപ്പ് ചെയ്തു. നല്ലപോലെ കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. അവിടെ ചെന്ന് ബിരിയാണി 2 എണ്ണം ഓർഡർ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ വയറ് അതിന് സമ്മതിച്ചില്ല. ഒരു പ്ലേറ്റ് 2 പേരും കൂടെ ഷെയർ ചെയ്തപ്പോൾ തന്നെ അത് ഏകദേശം നമുക്ക് ഫില്ലായി. പിന്നെ ഒരു ബിരിയാണി ഫുള്ളായിട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് അവിടെ നിന്ന് പാക്ക് ചെയ്തു. പിന്നെ വഴിയിൽ കണ്ട ഒരു പാവപ്പെട്ടൊരു അപ്പൂപ്പന് നമ്മളത് കൊടുത്തു. ആ അപ്പൂപ്പനും സന്തോഷമായി, നമുക്കും സന്തോഷമായി. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഗോകുലം മോളിലേക്കായിരുന്നു. അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. മോളിൽ നിന്ന് നേരെ SM സ്ട്രീറ്റിലോട്ടാണ് പോയത്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെക്കേഷൻ ആയതുകൊണ്ടാണോ അതോ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇത്രയും തിരക്കാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങളവിടെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഹൽവയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സും മേടിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അത്ര വിലക്കുറവായിട്ട് തോന്നിയിട്ടില്ല. വിലക്കുറവ് വരുമ്പം ക്വാളിറ്റിയിലും അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. SM സ്ട്രീറ്റിൽ നിന്നും നേരെ നടന്ന് മാനാഞ്ചിറ സ്ക്വയറിലെത്തി. അവിടെ നിന്നും ഞങ്ങൾ പാരഗണിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഈവനിങ് എൻ്റെ ഓഫീസിലെ കൊളീഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളും ഒരുമിച്ചാണ് പോയത്. പിന്നെ പാരഗണിൽ നിന്നും പത്തിരിയും ചിക്കനും ഒക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മാനാഞ്ചിറ. അവിടെ ലൈറ്റ്സ് കാണാനായിരുന്നു. അവിടെയും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെപ്പോഴാണ് അവിടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നതെന്ന്. ഇത് ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിൽ ലൈറ്റ്സ് ആയിരുന്നു ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റിലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഉണ്ടായിരുന്നത് ഭയങ്കര ഡസ്റ്റായിരുന്നു. അവിടുത്തെ ഡസ്റ്റ് അടിച്ചിട്ട് എനിക്ക് നാട്ടിലെത്തിയതിന് ശേഷം ചുമയും പനിയും ഒക്കെ ആയിട്ടൊരു 1.5-2 ആഴ്ച അങ്ങനെ പോയി കിട്ടി. പക്ഷേ നമുക്ക് ലൈഫിൽ എപ്പോഴും ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു പനി വന്നതിൽ വലിയ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം കറങ്ങി നടന്നു. ലൈറ്റ്സൊക്കെ കണ്ടു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഡോർമെട്രിയിലോട്ടാണ് പോയത്. കാരണം നടന്ന് കാലും ഒക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ മാനാഞ്ചിറ സ്ക്വയറിലെ ലൈറ്റ്സ് കാണുമ്പോൾ ഞാൻ വേറൊരു കാലുവേദനയുടെ കഥ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ രാവിലെ ബോംബെ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ പോയ കഥയായിരുന്നു. അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഓട്ടോ ഒന്നും പിടിക്കാണ്ട് ഭയങ്കര കോൺഫിഡൻ്റായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി നടക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഗൂഗിൾ ചേച്ചി നമ്മളെ നന്നായിട്ടൊന്ന് പറ്റിച്ചു. ചേച്ചി പറഞ്ഞെന്ന വഴിയും നമ്മൾ നടന്ന വഴിയും തമ്മിൽ ഒരു നല്ല മൈൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പിന്മാറിയിട്ടൊന്നുമില്ല. ഞങ്ങളങ്ങ് നടന്നു. പിന്നെ അവിടുത്തെ ബിരിയാണിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമുക്കതൊരു വിഷമമായിട്ട് തോന്നിയില്ല. അവിടെ നിന്ന് പിന്നെ നോക്കുമ്പോഴാണ് അതിനേക്കാൾ നല്ല എളുപ്പമുള്ള വേറൊരു വഴി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. കോഴിക്കോട് വന്നിട്ട് അവിടുത്തെ ബീച്ച് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ബീച്ചിൻ്റെ തിരയൊക്കെ കുറേ എണ്ണിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിലോട്ട് പോയി.
പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ട്രെയിനുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.